കാർഷിക വാർത്തകൾ. കുരുമുളക് വിപണി ചരക്ക് ക്ഷാമ ഭീഷണിയിൽ. നാളികേര ഉൽപ്പന്നങ്ങൾ കുതിപ്പിൽ. ഏലക്ക വിൽപ്പനയിൽ ഇടിവ്. മുഖ്യ വിപണികളിലെ കുരുമുളക് ക്ഷാമം കറിമസാല വ്യവസായികളെയും പൗഡർ യൂണിറ്റുകളെയും ആശങ്കയിലാക്കി. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ചരക്കു സംഭരണം പുതുവർഷത്തിന്റെ ആദ്യ 80 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കണക്കുകൂട്ടിയതിന്റെ പകുതി പോലും ശേഖരിക്കാൻ പലർക്കുമായില്ല. വിദേശത്തും കുരുമുളക് ക്ഷാമം രൂക്ഷമായതിനാൽ തിരക്കിട്ട് ഇറക്കുമതിയും നടക്കില്ല. ഈ മാസം കുരുമുളക് വില ഇതിനകം കിൻഡലിന് 3300 രൂപ വർദ്ധിച്ചു. വിളവെടുപ്പ് വേളയിൽ നിരക്കുയർന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ സ്ഥിതി എന്താവുമെന്ന ഭീതിയിലാണ് വാങ്ങലുകാർ. അൺഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 68,900 രൂപ. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്കായി വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് ശക്തമായി. കേരളത്തിലും ഉൽപ്പന്നവില കുതിച്ചുകയറി. കൊപ്രാക്ഷാമം മൂലം മില്ലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ അവർ മത്സരിച്ച് വില ഉയർത്തി. കൊച്ചിയിൽ കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും 300 രൂപ കിൻഡലിന് വില ഉയർന്നു. കൊപ്ര 16,400-ലും വെളിച്ചെണ്ണ 24,800 രൂപയിലും വ്യാപാരം നടന്നു. പിണ്ണാക്ക് വിലയും റെക്കോർഡ് നിലവാരത്തിലാണ്. ഇതിനിടയിൽ ചൂട് കനത്തതോടെ ചില ഭാഗങ്ങളിൽ കരിക്ക് വില 60 മുതൽ 65 രൂപ വരെ ഉയർന്നതായും സൂചനകളുണ്ട്. ഏലക്ക ലേല കേന്ദ്രങ്ങളിൽ വരവ് കുറഞ്ഞു. ഉൽപാദന മേഖലയിൽ നടന്ന ലേലം 8,077 കിലോയിൽ ഒതുങ്ങി. ഈ വർഷം വരവ് ഇത്രമാത്രം ചുരുങ്ങുന്നത് ആദ്യം. ഇതിൽ 5,117 കിലോ ഏലക്ക മാത്രമാണ് വിപണനം നടന്നത്. വരവ് കുറഞ്ഞത് വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഉൽപാദകരെങ്കിലും കയറ്റുമതിക്കാരും ആഭ്യന്തര ഇടപാടുകാരും വില ഉയർത്താൻ താൽപ്പര്യം കാണിച്ചില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2,628 രൂപയിലും മികച്ച ഇനങ്ങൾ 2,803 രൂപയിലും കൈമാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷക സമരം അടിച്ചമർത്താൻ പഞ്ചാബ്. നിരവധി കർഷക നേതാക്കൾ അറസ്റ്റിൽ. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലെ കർഷക സമരം അടിച്ചമർത്താനുള്ള സർക്കാരുകളുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ, കിസാൻ മസ്ദൂർ മോർച്ച നേതാവ് സർവൻ സിംഗ് പാന്തർ തുടങ്ങിയ നേതാക്കളാണ് അറസ്റ്റിലായത്. സമരപന്തലുകളും താൽക്കാലിക ഷെഡുകളും ബുൾഡോസറുകൾ കൊണ്ട് തകർത്തു. ശംഭു, ഗനൌരി മേഖലകളിൽ പഞ്ചാബ് സർക്കാർ സുരക്ഷ ശക്തമാക്കി. ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. ഹരിയാന പോലീസ് സ്ഥലത്തെ ബാരിക്കേഡുകൾ പൊളിച്ചു നീക്കി. 1 വർഷത്തിലേറെയായി അടഞ്ഞുകിടന്ന അതിർത്തികൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരുകൾ. വിളകൾക്ക് മിനിമം താങ്ങുവില ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് 1 വർഷത്തിലേറെയായി കർഷകർ സമരത്തിലാണ്. പോലീസ് അതിക്രമത്തിനെതിരെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ വസതിക്ക് മുന്നിൽ വൻ പ്രതിഷേധം നടന്നു. കർഷക നേതാക്കളെ അറസ്റ്റ് ചെയ്ത പഞ്ചാബ് സർക്കാരിന്റെ നടപടി അപലപനീയമാണെന്ന് സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കി. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുമായും മറ്റ് മന്ത്രിമാരുമായി കർഷകർ ബുധനാഴ്ച നടത്തിയ 7ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. യോഗം കഴിഞ്ഞ് അതിർത്തിയിലേക്ക് മടങ്ങിയ കർഷക നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക സുസ്ഥിരതാ സൂചികയിൽ കേരളം മുന്നിൽ. കാർഷിക വികസനത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ. കാർഷിക പരിസ്ഥിതി സംരക്ഷിക്കുന്നതിലും കേരളം ജാഗ്രത പുലർത്തുന്നതായി റിപ്പോർട്ട്. മണ്ണിന്റെ ആരോഗ്യം, ജലസ്രോതസ്, പരിസ്ഥിതി, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ തുടങ്ങി 51 സൂചികകളെ അടിസ്ഥാനമാക്കി ICAR വികസിപ്പിച്ചതാണ് സംയുക്ത കാർഷിക സുസ്ഥിരതാ സൂചിക. കേരളത്തോടൊപ്പം മിസോറാം, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും ദേശീയ ശരാശരിയേക്കാൾ മുന്നിലാണ്. ദേശീയ തലത്തിൽ മണ്ണും ജലവും മലിനസമാക്കുന്നത് രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും അപകടത്തിലാക്കുന്നതായാണ് ICAR പറയുന്നത്. എന്നാൽ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ താഴെ അപകടകരമായ നിലയിലാണ്. പഞ്ചാബും ഹരിയാനയും രാജസ്ഥാനും ഭൂഗർഭജലത്തിൽ 61 മുതൽ 70% വരെ അധികമായി ചൂഷണം ചെയ്യുന്നു. രാജ്യത്താകമാനം ജലസ്രോതസ്സുകളിൽ അമ്ലാംശം വർദ്ധിക്കുന്നു. ഇത് മണ്ണിന്റെ ജൈവഘടന തകർക്കുന്നു. അമിതമായ രാസവളങ്ങളുടെ ഉപയോഗം ജൈവ കാർബണിന്റെ അഭാവത്തിനും സൂക്ഷ്മജീവികളുടെ നാശത്തിനും കാരണമാകുമെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി ലേലത്തിൽ ഓർത്തഡോക്സ് തേയില വില വർദ്ധിച്ചു. കയറ്റുമതി ഡിമാൻഡ് ഉയർന്നതാണ് വിലയിൽ പ്രതിഫലിച്ചത്. വിൽപ്പന 92% ഉയർന്നതോടെ തേയില ആവശ്യവും ശക്തമായിരുന്നു. മുന്നാഴ്ചയിലെ 189 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി വില 3 രൂപ ഉയർന്ന് 192 രൂപയായി.
ഇറാഖ്, റഷ്യ, മിഡിൽ ഈസ്റ്റ്, CDC രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ വാങ്ങലിനൊപ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓർത്തഡോക്സ് ഗ്രേഡുകൾക്ക് നല്ല കയറ്റുമതി ഡിമാൻഡും ഉണ്ടായിട്ടുണ്ട്. 24,000 കിലോഗ്രാം വിൽപ്പനയിൽ 98% ലേലത്തിൽ വിറ്റുപോയി. മലയോര കേരള വാങ്ങലുകാർ വിൽപ്പനയിൽ സജീവമായിരുന്നു. എന്നാൽ വാഗ്ദാനം ചെയ്ത 7,48,771 കിലോഗ്രാമിൽ 94% ഉയർന്ന വിൽപ്പനയുണ്ടായിട്ടും CDC പൊടി വിപണി ഇടിഞ്ഞു. കയറ്റുമതി ഡിമാൻഡ് കുറഞ്ഞു. ചില്ലറ തേയില വ്യാപാരികൾ സജീവമല്ലാത്തതിനാൽ പണലഭ്യതാ പ്രതിസന്ധിയാണ് വിൽപ്പന കുറയാൻ കാരണമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. ലേലത്തിന്റെ അഭാവം മൂലം സെക്കൻഡറി ഗ്രേഡുകൾ പിൻവലിച്ചപ്പോൾ ഓർത്തഡോക്സ് വിപണിയിൽ വില വർദ്ധിച്ചു. വിറ്റഴിക്കുമെന്ന് കരുതിയ 20,000 കിലോയിൽ 49% മാത്രമാണ് വിറ്റഴിക്കാനായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സേവനങ്ങൾ സ്മാർട്ടായാൽ മാത്രമേ കൃഷിഭവൻ സ്മാർട്ടാകൂവെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, ബയോ ഫാർമസി തുടങ്ങിയ സേവനങ്ങൾ എല്ലാ സ്മാർട്ട് കൃഷിഭവനുകളിലും നടപ്പിലാക്കണം. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി കൃഷി ചെയ്യുന്നതിലൂടെ കേരളത്തിലെ കൃഷിയിടങ്ങളും സ്മാർട്ടാകുമെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു. തരിശുഭൂമിയായി കിടക്കുന്ന സ്ഥലങ്ങൾ കൃഷിക്ക് യോഗ്യമാക്കണം. ഇതിലൂടെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മംഗലപുരം പഞ്ചായത്തിലെ സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ പ്രധാന ജലസംഭരണികളിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ 45% കുറഞ്ഞു. ഇവയിൽ പകുതിയിലും സംഭരണം 50% താഴെയായി. ചൂട് കടുത്തതോടെ 180.852 BCM ശേഷിയിൽ 80.7 ബില്യൺ ക്യൂബിക് മീറ്ററാണ് രാജ്യത്തെ പ്രധാന ജലസംഭരണികളിലെ ജലനിരപ്പ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ജലസംഭരണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കേന്ദ്ര ജല കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം കൂടുതലാണിത്. രാജ്യത്തെ 53 ജലസംഭരണികളിലെ ജലം ശേഷിയുടെ 40% താഴെയായിരുന്നപ്പോൾ 30 എണ്ണത്തിൽ ഇത് 50% താഴെയാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് 713 ജില്ലകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം മാർച്ച് 1-നും 20-നും ഇടയിൽ ഏകദേശം 80% സംഭരണികളിലും മഴക്കുറവ് ബാധിച്ചിട്ടുണ്ട്. ശൈത്യകാലത്തും മൺസൂണിന് ശേഷമുള്ള കാലയളവിലും രാജ്യത്ത് 60%-ലധികം മഴയും കുറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് 71%, ആന്ധ്രാപ്രദേശ് 62% എന്നിവ ഒഴികെ ബാക്കി സംസ്ഥാനങ്ങളിലെ സംഭരണം 50%-ലും താഴെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 201, RSS 5 197, ലാറ്റക്സ് 136, ജാതിക്ക 370, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 200, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 70,900, കുരുമുളക് അൺഗാർബിൾ 68,900, ഏലക്ക 2,500 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 24,800, കൊപ്ര 17,300, ചുക്ക് 22,500.